Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ സൂപ്പർ ഹെലിക്സ് എന്ന ഒരു ഫ്രീ 3D മാക്സ് പ്ലഗിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയ ഹെലിക്സ് സ്പ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യാവുന്ന ഒരു പവർഫുൾ പ്രൊഫഷണൽ ടൂളാണിത്. നമുക്ക് ഈ ഒരു പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. സൂപ്പർ ഹെലിക്സിന്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലഗിൻ ആക്സസ് ചെയ്യാം. ആദ്യമായി സൂപ്പർ ഹെലിക്സിന്റെ ഈ ഒരു ടൂൾ ബാറിൽ നിന്നും പ്രിസെറ്റ്സിനെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്രിസെറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ബേസിക് സ്പ്രിംഗ്, കാർട്ടൂൺ ടൊർണാഡോ, ബോൾ ഓഫ് വൂൾ തുടങ്ങി നിരവധി ഡിഫറെന്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന പ്രിസെറ്റുകൾ ഇതിൽ അവൈലബിൾ ആണെന്ന് ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ ബേസിക് സ്പ്രിംഗ് എന്ന ഈ ഒരു പ്രിസെറ്റ് ആണ് ഡിഫോൾട്ടായി ഇതിൽ സെറ്റ് ആയിരിക്കുന്നത്. ഈ ഒരു പ്രിസെറ്റ് യൂസ് ചെയ്ത് സ്പ്രിംഗ് ടൈപ്പിലുള്ള നിരവധി മോഡലുകൾ ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. പ്രിസെറ്റ്സിന് ശേഷം ഗിസ്മോസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്രിസെറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ഗിസ്മോ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത പ്രിസെറ്റിന്റെ ഒരു ഗിസ്മോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടൈപ്പ് ഗിസ്മോ നെയിം എന്ന ഈ ഒരു ഓപ്ഷനാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഗിസ്മോസ് ഒരു സീനിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഗിസ്മോസിനെയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റീനെയിം ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സ്പ്രിംഗ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗിസ്മോ വ്യൂ പോർട്ടിലേക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗിസ്മോയിൽ ഗിസ്മോ റൂട്ട്, ഗിസ്മോ പാത്ത്, 2 ഗിസ്മോ റേഡിയസുകൾ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ഈ ഒരു ഗിസ്മോ റൂട്ട് സെലക്ട് ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും വ്യൂ പോർട്ടിൽ ഈ ഒരു ഗിസ്മോ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ കാണുന്ന ഈ സർക്കിൾസ് സെലക്ട് ചെയ്ത് മോഡിഫൈയിൽ നിന്നും റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ സ്കെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മൾ ഒരു സ്പ്രിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു താഴെയുള്ള സർക്കിളിനെയും ഒരേ സൈസിൽ സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഗിസ്മോസിന്റെ ബേസിക് പാരാമീറ്റേഴ്സിൽ ടേൺസ്, റെസൊല്യൂഷൻ തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസിനനുസരിച്ച് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹെലിക്സിന്റെ ടേൺസ് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഹെലിക്സിന്റെ റെസൊല്യൂഷനും ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് ഇതിനെ റീസെറ്റ് ചെയ്ത് ആ പ്രിസെറ്റിന്റെ ഒറിജിനൽ സ്റ്റാറ്റസിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ റീസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഡിലേറ്റ് ഗിസ്മോ, ഡ്യൂപ്ലിക്കേറ്റ് കറന്റ് ഗിസ്മോ തുടങ്ങിയ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ സർക്കിൾസിനെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മേക്ക് ഹെലിക്സ് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു പ്രിസെറ്റിനനുസരിച്ച് ഹെലിക്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ ഷേപ്പിലാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രിംഗ് ക്രിയേറ്റ് ആയി ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗിസ്മോയിൽ നിന്നും ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇനിയും ഹെലിക്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഈ ഗിസ്മോ യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്പ്രിംഗ് ഒരു സിംഗിൾ സ്പ്ലൈനിലൂടെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്പ്രിംഗ് ഈ ഗിസ്മോയിൽ അല്ലാതെ ഒരു പാത്തിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സ്പ്ലൈൻസിൽ നിന്നും ഷേപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പിലൂടെയാണ് നമുക്ക് ഈ ഒരു സ്പ്രിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സൂപ്പർ ഹെലിക്സിന്റെ ഈ ഒരു ടൂൾ ബാറിൽ നിന്നും പാത്ത് ഓപ്ഷൻസിൽ പിക്ക് കസ്റ്റം പാത്ത് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്പ്ലൈൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിസ്മോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷേപ്പിനനുസരിച്ച് ചേഞ്ച് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനിയൊരു ഗിസ്മോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്തിലേക്ക് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. അതിനായി മൂവ് ടു പാത്ത് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു മൂവ് ടു പാത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഗിസ്മോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷേപ്പിലേക്ക് മൂവ് ആയി പ്ലേസ് ആയിരിക്കുന്നതായി ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ആഡ് സെക്ഷൻ എന്ന ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിന്റെ സെന്ററിൽ ഇതുപോലെ ഒരു സെക്ഷനായി ക്രിയേറ്റ് ചെയ്യാനും ആ സെക്ഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പ്രിങ്ങിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി നമ്മൾ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് സ്കെയിൽ ചെയ്ത് റെഡ്യൂസ് ചെയ്യുകയാണ്.
ഇവിടെ ഒരു സർക്കിൾ ഇതുപോലെ സ്കെയിൽ ചെയ്ത് റെഡ്യൂസ് ചെയ്തതിലൂടെ നമ്മുടെ സ്പ്രിംഗ് ചെറിയൊരു റേഡിയസിലാണ് ക്രിയേറ്റ് ആവുന്നത്. അടുത്തായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. എത്രത്തോളം റേഡിയസ് ആണ് നമുക്ക് ഈ ഒരു സ്പ്ലൈനിൽ ഇതിന്റെ സെന്ററിൽ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു സർക്കിളിനെ സ്കെയിൽ ചെയ്ത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഇതിന്റെ എൻഡിങ് ആണ്. ഈ ഒരു എൻഡിങ് അതും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ഇതുപോലെ ഈ ഒരു പാത്തിൽ ഈ ഒരു ഗിസ്മോസിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മേക്ക് ഹെലിക്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാത്തിൽ ഈ ഒരു ഹെലിക്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ഹെലിക്സ് ഇതുപോലെയാണ് ക്രിയേറ്റ് ആയി ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ടേൺസ് ഡിഫോൾട്ട് ആയ 10 ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ടേൺസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയ ഒരു സ്പ്രിംഗ് എഫക്റ്റ് നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് ഇതിന്റെ ടേൺസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെലിക്സിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഈ ഒരു ഹെലിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ ഗിസ്മോസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഈസിയായി ഈ ഒരു സ്പ്രിംഗ് ഇതുപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സ്പ്രിംഗിന്റെ തിക്നെസ് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രിസെറ്റുകൾ സെലക്ട് ചെയ്ത് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മളൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് സൂപ്പർ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്രിസെറ്റിൽ നിന്നും ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന ഈ ഒരു പ്രിസെറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്രിയേറ്റ് ഗിസ്മോ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഗിസ്മോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഗിസ്മോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഗിസ്മോയുടെ ടേൺസ് നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടേൺസിൽ 0.5 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി മേക്ക് ഹെലിക്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫ്രൂട്ട് ബാസ്ക്കറ്റിന്റെ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. നമുക്കിത് മൂവ് ചെയ്തുകൊണ്ട് ഇതുപോലെ പ്ലേസ് ചെയ്യാം. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മോഡലിന്റെ ഒരു മിറർ എക്സ് ആക്സിസിൽ നമ്മൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഒരു വിക്കർ ബാസ്ക്കറ്റിന്റെ ഒരു പാറ്റേൺ ഇവിടെ ഇതുപോലെ ലഭിക്കുന്നതാണ്. അടുത്ത ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഒരു റോപ്പ് ഡീറ്റെയിൽ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി പ്രിസെറ്റ്സിൽ നിന്നും റോപ്പ് എന്ന ഈ ഒരു പ്രിസെറ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു ക്രിയേറ്റ് ഗിസ്മോയിൽ ക്ലിക്ക് ചെയ്ത് റോപ്പ് എന്ന് ഇതിന്റെ പേര് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗിസ്മോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഗിസ്മോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാത്തിലേക്ക് ഈ റോപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇതുപോലെ ഈ ഒരു ഷേപ്പ് നമ്മൾ ടോപ്പ് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. റോപ്പിന്റെ ക്രിയേറ്റ് ചെയ്ത ഗിസ്മോയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. പിക്ക് കസ്റ്റം പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സർക്കിൾ ഇതുപോലെ പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി മൂവ് ടു പാത്ത് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ പാത്തിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിസ്മോയിനെ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ പാത്തിലേക്ക് ഈ ഒരു ഗിസ്മോ പ്ലേസ് ആയതായി നമുക്ക് കാണാവുന്നതാണ്. അടുത്തായി ഈ ഒരു റോപ്പിന്റെ ടേൺസ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബേസിക് പാരാമീറ്ററിൽ ഈ ഒരു റോപ്പിന്റെ ടേൺസ് 3 ആയാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്നും ഇതിന്റെ ടേൺസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 25 ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മേക്ക് ഹെലിക്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു റോപ്പ് ഇതിൽ ക്രിയേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. അടുത്തായി ടോപ്പ് വ്യൂവിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ബാസ്ക്കറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സർക്കിളിനെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിന്റെ താഴെ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിൽ ടോപ്പ് സൈഡിലെ റോപ്പ് ക്രിയേറ്റ് ചെയ്ത സെയിം ഫോർമാറ്റിൽ നമുക്കിവിടെയും ഈ റോപ്പിനെ സൂപ്പർ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനായി ഷേപ്സിൽ നിന്നും ഒരു ആർക്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു ആർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത ആ റോപ്പിന്റെ ഗിസ്മോ സെലക്ട് ചെയ്ത് പിക് ടു കസ്റ്റം പാത്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ആർക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്തിന്റെ ഷേപ്പിൽ ഈ ഒരു ഗിസ്മോ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി മൂവ് ടു പാത്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഗിസ്മോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്തിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സൂപ്പർ ഹെലിക്സിന്റെ ഈ ഒരു ടൂൾ ബാറിൽ ടേൺസ് നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാം. നമ്പർ ഓഫ് സ്പ്ലൈൻസിൽ ഞാൻ ഒരു 8 ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി മേക്ക് ഹെലിക്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ റോപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ബാസ്ക്കറ്റിന്റെ ബോട്ടം ഇതുപോലെ ഒരു സർക്കിൾ വരച്ച് എക്സ്ട്രൂഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സൂപ്പർ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഹെലിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള സ്പ്ലൈൻ മോഡലിംഗ് ഈസി ആക്കുന്നതിന് നമുക്ക് ഈ ഒരു സൂപ്പർ ഹെലിക്സ് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ പ്ലഗിൻ ആണ്.
ഈ പ്ലഗിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സ്ക്രിപ്റ്റിംഗിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. SuperHelix എന്ന ഈ ഒരു ഫ്രീ പ്ലഗിൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. SuperHelixന്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനൊരു ബട്ടനായി മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ സ്പ്ലൈൻ ഡൈനാമിക്സ് എന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ SuperHelix എന്ന ഈ ഒരു പ്ലഗിൻ കാണാവുന്നതാണ്. ഈ ഒരു ന്യൂ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ആക്ഷനിൽ നിന്നും SuperHelixന്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ന്യൂ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ന്യൂ ടൂൾ ബാറിനെ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.